ഹലോ കൂട്ടുകാരെ, ബുല ഫ്രം ഫിജി. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞങ്ങൾ സിഗാറ്റോക്ക റിവർ ആൻഡ് വില്ലേജ് സഫാരിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ കാഴ്ചയിലേക്ക് പോകാം. അപ്പം കൂട്ടുകാരെ, ഞങ്ങൾ റിസോർട്ടിന്റെ തന്നെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഡെനോറോ ഐലൻഡിൽ നിന്നും സിഗാറ്റോക്കയിലോട്ട് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ മുമ്പിൽ വേറെ ഒരു ടൂറിസ്റ്റ് വണ്ടി കണ്ടു. അവരും റിവർ സഫാരിക്കുള്ളവർ തന്നെയാണ്. ഞങ്ങളെ റിവർ സഫാരി നടത്തുന്നത് ഈ ആദിവാസി ഗോത്രത്തിലെ ഒരു പുഴയിലൂടെയാണ്. അപ്പം ആ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ബോട്ടിൻ്റെ ക്യാപ്റ്റൻ. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു തരികയാണ് കേട്ടോ. ബോട്ടിലോട്ട് കയറേണ്ട സമയമായി. വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും. അപ്പോൾ അവിടെ നിന്ന് വേറെ ഒരു ആദിവാസി ഗോത്രത്തിലോട്ട് വേണമെങ്കിൽ പോകാം, പക്ഷേ ഈ ബോട്ട് പോകുന്നില്ല. അവിടുത്തെ പ്രത്യേകതകളെല്ലാം പറഞ്ഞു തരികയാണിപ്പോൾ. ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് വളരെയധികം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണെന്നാണ്. പുറത്ത് ആ കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ബ്രാഞ്ചസ് ഇപ്പം വെള്ളത്തിലോട്ട് താഴ്ന്നു നിൽക്കുന്നത് കാണാം. പക്ഷെ വെള്ളപ്പൊക്കം പൊങ്ങുമ്പം അതുപോലും കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ആ നേരങ്ങളിൽ ചില ജലജീവികളൊക്കെ ഉണ്ടാകും. അല്പം അപകടകരമായ സ്ഥലം തന്നെയാണ്. അക്കരെയുള്ള ഗോത്രത്തിലെ കുട്ടികൾ പുഴ നീന്തിക്കിടന്നാണ് സ്കൂളിൽ പോകുന്നത്. ഒരു ബക്കറ്റിനകത്ത് യൂണിഫോം വെച്ച് അത് ആദ്യം ഒഴുക്കി അതിൻ്റെ പുറകെ നീന്തി മറുകര എത്തി യൂണിഫോം ഇട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഹായ്. യെസ്, താങ്ക് യു സോ മച്ച് ബ്രദർ. ഗ്രാമത്തിലെ കുട്ടികൾ ആകാംക്ഷാഭരിതരായി ടൂറിസ്റ്റുകളെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗോത്ര തലവന്മാരുടെ പ്രാർത്ഥനയൊക്കെ ശേഷം ഇവരുടെ സ്വീകരണമാണ്. മുഖത്ത് കവിളിൻ്റെ 2 സൈഡ് ഇവർ പൂശുന്ന കണ്ടോ? പൗഡറാണ് പൂശുന്നത്. പണ്ട് ഒരു പക്ഷേ ഇവർ ചാരമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊടി വല്ലതും ആയിരുന്നിരിക്കാൻ പൂശിക്കൊണ്ടിരുന്നത്, അതിഥികളെ സൽക്കരിക്കാൻ. ഇപ്പം കാലം പുരോഗമിച്ചല്ലോ, അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാവാതിരിക്കാനാവണം പൗഡറാണ് കവിളിൻ്റെ സൈഡിൽ പൂശിയിരിക്കുന്നത്. പിന്നെ കഴുത്തിൽ ഞങ്ങൾക്ക് മാലയിട്ട് തന്നു കേട്ടോ. ഈ ഇല, ഏതോ ഒരു ഇലയും കൊണ്ട് കെട്ടി പിണച്ച് അതിൻ്റെ അറ്റത്ത് ചെത്തിപ്പൂവും കൊണ്ട് കെട്ടി ഒരു മാല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാവ സെറിമണിയാണ്. ആ വലിയ പാത്രത്തിൽ കാവ എന്ന വേര് പൊടിച്ച് വെള്ളവുമായിട്ട് ഇളക്കി വരുന്ന വിരുന്നുകാർക്കെല്ലാം കുടിക്കാൻ കൊടുക്കും. അത് ഗോത്രവാസികളുടെ തീർത്തും ലളിതമായ ജീവിത രീതികളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഞങ്ങൾക്കിപ്പോൾ. ഇപ്പം എല്ലാവരും പരസ്പരം സഹകരിച്ചും സ്നേഹത്തിലുമാണ് കഴിയുന്നത്. ഗോത്രത്തിനകത്ത് ചുറ്റും പുറത്തും അവിടെ ഇവിടെയെല്ലാം
ഇഷ്ടം പോലെ കുതിരകളെ കാണാനിടയായി. അപ്പോൾ ഇവരിത് മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുതിരസവാരി എല്ലാവരും തന്നെ ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ നായ്ക്കളെ കണ്ടപ്പോൾ ഞങ്ങളോട് അവർ പറഞ്ഞു, നായ്ക്കൾക്ക് ഒരിക്കലും ഭക്ഷണം കൊടുക്കരുത്, വേട്ട നായ്ക്കളാണെന്ന്. വേട്ടയ്ക്ക് വേണ്ടി മാത്രമാണ് അവർ നായ്ക്കളെ ഉപയോഗിക്കുന്നത്. വിറകും കൊണ്ടാണ് ഇവരിപ്പോഴും ഭക്ഷണം പാകം ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഈ കുഞ്ഞു കുഞ്ഞു വീടുകൾ അത് ഉണ്ടാക്കിയെടുക്കാൻ 5ഉം 10ഉം വർഷമൊക്കെ എടുക്കും. ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്നതിന് കാരണം ഭൂചലനം ഉണ്ടാകുമ്പോൾ ആളപായം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. വേറെ ഒരു കാര്യം, എല്ലാവരും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുൻപ് നരഭോജികളായി മനുഷ്യമാംസം കഴിച്ച് തീർത്തും പ്രാകൃതരായി ജീവിച്ചിരുന്ന ഇവരെ ഈ നിലയിലെത്തിച്ചത് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണ്. അപ്പം എല്ലാവരും തന്നെ ആ വിശ്വാസമാണ് പിന്തുടരുന്നത്. ഗോത്രവാസികളുടെ പള്ളിക്കകത്താണ് ഞങ്ങളിപ്പോൾ. ഈ ഗ്രാമത്തിൽ മൊത്തം 200 പേരാണുള്ളത്. ഗ്രാമത്തിൻ്റെ പേര് എൻറോ ഗ്രാമം. ഇത് കണ്ടോ, ഗോത്ര സ്ത്രീകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ തന്നെ കൃഷി ചെയ്തെടുത്തവയാണ് കപ്പ, ചേമ്പ്, കാച്ചില്, ചേന. അതുപോലെ തന്നെ ഫിജിയുടേതായ ചില വിഭവങ്ങൾ കൂടി അവർ ഞങ്ങൾക്ക് തന്നു. എല്ലാം വളരെ നന്നായിരുന്നു കേട്ടോ. സ്വാദിഷ്ടമായി അവരുടെ ഭക്ഷണം കണ്ടോ. Thank you for the food. Thank you for the dancing, teaching us how to dance. It was much fun, and the entertainment singing. And you have a beautiful village, and seeing your traditions that you've carried on from generation to generation is most impressive for us. Many of us live in the modern world now, and we've lost much of what our parents and grandparents had many years ago, and you're keeping it going. So we find that very special, and we thank you again for letting us visit you. And of the song it says, if you ever come back to Fiji, remember you have a village in Fiji. This is your village, this is your family, these are your people. You can come and visit us again.
ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില മണിക്കൂറുകളാണ് ഞങ്ങൾക്ക് ഗോത്രവാസികൾക്കിടയിൽ നിന്നും ലഭിച്ചത്. ഇനി ഇങ്ങോട്ട് വരാൻ യാതൊരു ചാൻസുമില്ല. എന്നാലും ഈ പ്രഷ്യസ് മെമ്മറീസ് എല്ലാം സേവ് ചെയ്യാനും അത് വ്ലോഗ് ചെയ്യാനും സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. റിവർ സഫാരി കഴിഞ്ഞ് ഡെനോറോ ഐലൻഡിൽ എത്തിയപ്പോഴേക്കും വൈകുന്നേരമായി. ക്ഷീണിതരെങ്കിലും റൂമിനകത്ത് കയറിയപ്പം ഞങ്ങൾക്ക് സന്തോഷം തോന്നി. എല്ലാം അവർ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നു. പിന്നെ ഫിജിയിൽ എവിടെ നോക്കിയാലും ചെമ്പരത്തിപ്പൂക്കളും അരളിപ്പൂക്കളും കാണാം. ബെഡിൽ പോലും അവർ ചെമ്പരത്തി പൂക്കൾ വെച്ചിരിക്കുന്നത് കണ്ടോ? നൈസ്. ഇനി സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് കരുതിയെങ്കിലും രാത്രിയായപ്പോൾ മക്കൾക്ക് നല്ല വിശപ്പ്. പിന്നെ എല്ലാവരും തീരുമാനിച്ചു അത്താഴം കഴിക്കാൻ ഇറങ്ങിയേക്കാമെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.